നമസ്കാരം. ഡിയോ എക്സ്പ്ലോറിൻ്റെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കോടമഞ്ഞിൻ്റെ ഇടയിലൂടെ അതും രാത്രി എങ്ങോട്ടേക്കാണെന്നല്ലേ? പൂനച്ചിമല. അങ്ങനെ പറഞ്ഞാൽ അധികമാർക്കും അറിയണമെന്നില്ല. പക്ഷേ വാൾപ്പാറ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അതെ, നമ്മുടെ സ്വന്തം മിനി ഊട്ടി എന്നറിയപ്പെടുന്ന വാൾപ്പാറ. അപ്പോൾ വാൾപ്പാറ യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വ്ലോഗിൽ. പിന്നെ ഞങ്ങളുടെ വ്ലോഗ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ വളരെ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഇനി നേരെ വീഡിയോയിലേക്ക്. വാൾപ്പാറയിലെ കാമരാജ് നഗറിലുള്ള ഡ്രീം വ്യൂ ഹോം സ്റ്റേയിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. 7-8 പേർക്ക് ഒന്നിച്ച് തങ്ങാനാവുന്ന 3 BHK എക്സിക്യൂട്ടീവ് ഫാമിലി റൂംസാണ് ഇവിടെ ഉള്ളത്. ഞങ്ങളുടെ 3 സുഹൃത്തുക്കളും അവരുടെ ഫാമിലിയും അടക്കം 7 പേരാണ് അന്നുണ്ടായിരുന്നത്. ഒരു കാർ മാത്രം പാർക്ക് ചെയ്യാനുള്ള സ്ഥലം മാത്രമേ ഇവിടെ ഉള്ളൂ. കയറി ചെല്ലുമ്പോൾ കേരള നെറ്റിപ്പട്ടം ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ടുള്ള ഒരു ചെറിയ റിസപ്ഷൻ കൗണ്ടർ കാണാം. നല്ല പുത്തൻ കണ്ടീഷനിലുള്ള വീടാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ചെറിയൊരു ഹാൾ, അതിനടുത്തായി ഒരു ബെഡ്റൂം. ഇവിടെ ചെറിയൊരു മിനി കിച്ചൺ സെറ്റപ്പ്. ഇനി അടുത്ത ബെഡ്റൂം, അതിനോട് ചേർന്ന് തന്നെ 3ാമത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂംസും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഹാളിനോട് ചേർന്ന് തന്നെ ഒരു വലിയ ഡൈനിങ് ടേബിൾ സെറ്റപ്പും ഉണ്ട്. ബെഡ്റൂമിനുള്ളിലേക്ക് കടന്നാൽ നല്ല മനോഹരമായ ദൃശ്യം സമ്മാനിക്കുന്ന വലിയ ഒരു വിൻഡോ. സൈഡിൽ ചെറിയ 2 കപ്ബോർഡുകൾ. മനോഹരമായ ടൈൽസ് പാകിയുള്ള നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ്. ഒരു കിങ് സൈസ് ബെഡാണ് കൊടുത്തിട്ടുള്ളത്. രാവിലെ ഒരു 7 മണിക്ക് തന്നെ എഴുന്നേറ്റു. ബെഡ്റൂമിൽ നിന്നും ജനൽ വഴിയുള്ള കാഴ്ച വളരെ റിഫ്രഷിംഗ് ആണ്. ജനലിൻ്റെ ഗ്ലാസ്സിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന നേർത്ത മഞ്ഞുതുള്ളികൾ, അതിങ്ങനെ മായ്ച്ചു കളയുമ്പോൾ നമ്മുടെ മുന്നിലേക്കെത്തുന്ന അതിമനോഹരമായ കാഴ്ചകൾ. ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് ഒരു ഡോറുണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ തേയിലത്തോട്ടങ്ങളുടെ മലനിരകൾ തന്നെ കാണാം. നല്ല തണുപ്പും പച്ചപ്പും ഹരിതാപയും, പിന്നെ കാത് കൂർപ്പിച്ചാൽ കേൾക്കാൻ പറ്റുന്ന കാട്ടരുവിയുടെ ശബ്ദവും. തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരു സ്ഥലവും അവിടുന്ന് കിട്ടുന്ന പ്ലസൻറ്റ് മോർണിംഗ് വൈബ്സും ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ് തന്നെയാണ്. റൂമിന് പുറത്തിറങ്ങിയാൽ ഒരു ചെറിയ ചായക്കട കാണാം. ചായ എന്ന് പറയുമ്പോൾ ഇഞ്ചിയും ഏലക്കായും ഇട്ട മസാല ചായ, പിന്നെ ഒരു ലെമൺ ടീയും. ഇളം വെയിലും കൊണ്ട് തണുപ്പത്തിങ്ങനെ ചായ കുടിച്ച് ഊതിക്കളിക്കാൻ നല്ല രസമല്ലേ? മറ്റ് പ്രഭാത കാര്യങ്ങളൊക്കെ തീർത്ത് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഒരു 10 മണിയോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഷോളയാർ ഡാമാണ് ലക്ഷ്യം. നീലാകാശവും പച്ചപ്പരവതാനി വിരിച്ച പോലുള്ള തേയിലത്തോട്ടങ്ങളും, പിന്നെ അതിൻ്റെ നടുവിലൂടെയുള്ള ഈ റോഡും. ആ യാത്ര ശരിക്കും വാക്കുകൾക്കപ്പുറത്തുള്ള ഒരു അനുഭൂതിയാണ്. പോകുന്ന വഴികളിലെല്ലാം ബൈക്ക് റൈഡേഴ്സ് ഗ്രൂപ്പുകൾ ഒരുപാട് കാണാൻ കഴിയും. ബൈക്ക് റൈഡേഴ്സ് ഹെവൻ എന്നാണ് വാൾപ്പാറ അറിയപ്പെടുന്നത്. കേരളത്തിൽ നിന്നാണെങ്കിൽ ചാലക്കുടിയിൽ നിന്നും അതിരപ്പള്ളി മലക്കപ്പാറ വഴി വാൾപ്പാറയിൽ എത്തിച്ചേരാവുന്നതാണ്. പാലക്കാട് സൈഡിൽ നിന്നും വരുന്നവർക്ക് പൊള്ളാച്ചി വഴി വരുന്നതായിരിക്കും എളുപ്പം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2287 മീറ്റർ ഉയരത്തിലാണ് വാൾപ്പാറ സ്ഥിതി ചെയ്യുന്നത്. പൊള്ളാച്ചിയിൽ നിന്നും വരുമ്പോൾ ഏകദേശം ഒരു 60ഓളം ഹെയർപിൻ ബെൻഡുകൾ താണ്ടി വേണം വാൾപ്പാറയിൽ എത്തിച്ചേരാൻ. ഞങ്ങൾ പോയ സമയത്ത് വാൾപ്പാറ മാത്രമാണ് സന്ദർശകർക്കായി തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു.
ഷോലയാർ ഡാമിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ മനോഹരമായ സ്പോട്ടുള്ളത്. തേയിലത്തോട്ടങ്ങളുടെ നടുക്ക് ഒരു തടാകം പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലം. എന്നാൽ തടാകമാണോ? അതല്ല. താഴേക്ക് ഇറങ്ങിപ്പോകാൻ വഴികളൊന്നുമില്ല. മേലെ റോഡിൽ നിന്നുള്ള വ്യൂ തന്നെ ഒന്നൊന്നര വ്യൂ ആണ്. ഇവിടെ നിന്നും ഏകദേശം 2 കിലോമീറ്റർ കൂടിയുണ്ട് ഷോളയാർ ഡാമിലേക്ക്. ഡാമിൻ്റെ അടുത്തെത്തിയെങ്കിലും ഉള്ളിലേക്ക് എൻട്രി ഇല്ലായിരുന്നു. കഴിഞ്ഞ 1-2 ആഴ്ചയായി നല്ല മഴ കിട്ടിയതുകൊണ്ട് അത്യാവശ്യം കൂടുതൽ വെള്ളം ഡാമിലുണ്ടായിരുന്നു. ഇവിടെ നിന്നുള്ള കാഴ്ചയും നല്ല ഭംഗിയുള്ളതാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. പക്ഷേ ഈ പൊരിവെയിൽ അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ട് അധികം സമയം കളയാതെ ഞങ്ങൾ അവിടുന്ന് സ്കൂട്ടായി. നമ്മുടെ സഹധർമ്മിണിയുടെ കൂടെ കളർക്കുടയിലുള്ളവരെ ഒന്ന് പരിചയപ്പെടണ്ടേ. നടുക്കുള്ളത് ശ്രീവിദ്യ, ഗൗതമിൻ്റെ ഭാര്യയാണ്. വലതുവശത്തുള്ളത് ഗോമതി, സ്വാമിനാഥൻ്റെ വൈഫാണ്. ഗൗതമിനെയും സ്വാമിനാഥനെയും വഴിയെ പരിചയപ്പെടുത്താം. തിരിച്ചു വരാൻ നേരം ഡാമിൽ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അകലെയായി ഒരു സ്ഥലത്ത് നല്ല തിരക്ക് കണ്ടു. റോഡിൽ നിന്ന് നോക്കിയപ്പോൾ ഒരു ചെറിയ അരുവി പോലെയാണ് തോന്നിയത്. ഏതായാലും വന്ന സ്ഥിതിക്ക് അതുകൂടെ ഒന്ന് കണ്ടേക്കാമെന്ന് വെച്ച് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. ചതുപ്പ് നിറഞ്ഞ പ്രദേശമായിരുന്നു. അരുവിയുടെ അടുത്തെത്തുമ്പോഴാണ് മനസ്സിലായത് അതൊരു ചെറിയ വെള്ളച്ചാട്ടമാണെന്ന്. ശരിക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. നല്ല ശക്തിയിൽ വന്ന് ആർത്തിരമ്പി പാറക്കൂട്ടങ്ങളോട് അലമോതുന്ന ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വശ്യമായ കാനന ഭംഗി. ആ വെള്ളച്ചാട്ടത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ തോന്നും പാലൊഴുകി വരുന്നതാണെന്ന്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അടുത്ത സർപ്രൈസ്. ശരിക്കും ഞെട്ടിപ്പോയി. ദാണ്ട് കിടക്കുന്ന മറ്റൊരു വെള്ളച്ചാട്ടം. ഷോളയാർ ഡാമിനെ പറ്റി വാതോരാതെ എല്ലാവരും സംസാരിച്ചിട്ടുണ്ടെങ്കിലും പോകുന്ന വഴിക്ക് ഇതുപോലൊരു കിടിലൻ സംഭവം ഉണ്ടെന്ന് ആരും പറഞ്ഞു കേട്ടില്ല. എന്തിനധികം പറയുന്നു, സാക്ഷാൽ ഗൂഗിൾ ഭഗവാന്റെ ഡിക്ഷണറിയിൽ പോലും ഇങ്ങനൊരു സ്ഥലം ഉണ്ടായെന്ന് സംശയമാണ്. ഇത്രയും നല്ല സ്ഥലവും നല്ല വെള്ളവും കിട്ടിയിട്ട് ഒന്ന് കുളിക്കാതിരുന്നാൽ എങ്ങനെയാണ്? തോർത്തും മറ്റു തുണികളും ഓടിപ്പോയി എടുത്തുകൊണ്ട് വന്നു. ഈ ഒഴുകുന്ന വെള്ളം മുറിച്ച് കടന്നിട്ട് വേണം അപ്പുറത്തെത്താൻ. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ആർക്കും തന്നെ പ്രവേശനമില്ല. അപ്പോൾ പിന്നെ അധികം ആഴമോ ഒഴുക്കോ ഇല്ലാത്ത സ്ഥലത്ത് വെച്ചാകാൻ കുളി എന്ന് തീരുമാനിച്ചു. പോകുന്ന വഴിക്ക് ഒരു ചേട്ടൻ ചൂണ്ടയിടുന്ന കണ്ടു. ചോദിച്ചപ്പോൾ വന്നിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മീനൊന്നും മൂപ്പർക്ക് തടഞ്ഞിട്ടില്ല. പിന്നെ ഒരു പ്രത്യേകം കാര്യം ശ്രദ്ധിക്കേണ്ടത്, കയ്യിൽ കുറച്ച് ഉപ്പ് കരുതുന്നത് നല്ലതായിരിക്കും. കാരണം അത്യാവശ്യം നല്ല അട്ടയുടെ ശല്യം ഈ പ്രദേശത്തുണ്ട്. കണ്ട ഇഴഞ്ഞു പോകുന്നതുണ്ടാ. അധികം ആഴവും വലിയ ഒഴുക്കുമില്ലാത്ത ഒരു സ്ഥലം നോക്കി ഞങ്ങളങ്ങ് ഇറങ്ങി. അറിയാത്ത സ്ഥലമല്ലേ, വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കുന്നത്. വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല തെളിഞ്ഞ കലക്കില്ലാത്ത ശുദ്ധമായ വെള്ളം. ഇങ്ങനെയൊക്കെ ഒന്ന് മുങ്ങിക്കുളിച്ചിട്ട് എത്ര കാലമായി. ഇത് ഗൗതം. ആശാൻ വെള്ളത്തിലൊന്ന് മുങ്ങി നിവർന്ന് ഈ കല്ലിൻ്റെ മുകളിൽ വന്നിരുന്നതാണ്. ഇനി മൂപ്പര വല്ല മഴവും വെള്ളത്തിൽ പോയി കാണുമോ? പഴയ കഥയിലെ പോലെ ഇനി വല്ല വനദേവത എങ്ങാനും വന്നാലോ? പിന്നെ വെള്ളത്തിൽ നിന്ന് മുങ്ങി നിവരുമ്പോൾ വല്ല കല്ലിനെങ്ങാനും തലയിടിച്ചോ എന്നാണ് എൻ്റെ സംശയം. ഇത് സാമി എന്ന് ഞങ്ങൾ വിളിക്കുന്ന സ്വാമിനാഥൻ. സ്വാമിക്ക് വെള്ളത്തിലിറങ്ങാതെ കുളിക്കാൻ ഒരാഗ്രഹം. അതങ്ങ് കൈയോടെ സാധിച്ചു കൊടുത്തു. സുഭാഷിനെ പിന്നെ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. തേനി ട്രിപ്പ് വ്ളോഗ് കണ്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. ഇനി ആ വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ലേഡീസ് ടൈം.
അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് കാറിനടുത്തേക്ക് നടന്നു. ചെറുതായി വിശക്കാൻ തുടങ്ങിയിരുന്നു. എന്ത് വിശപ്പുണ്ടായാലും വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തുമ്പോൾ പിന്നെയും കുറച്ചു നേരം അറിയാതെ ഇങ്ങനെ നോക്കി നിന്നു പോകും. പോകുമ്പോൾ ഓരോരുത്തരായി മുറിച്ച് കടന്ന ഒഴുക്കുള്ള ആ വെള്ളം ഒരു വലിയ കടമ്പയായി തന്നെ ഞങ്ങളുടെ മുന്നിൽ നിന്നു. പിന്നെ മുറിച്ച് കടക്കാൻ 18ാമത്തെ അടവ് തന്നെ പുറത്തെടുക്കേണ്ടി വന്നു. ഐക്യമത്യം മഹാബലം എന്നാണല്ലോ. അല്ല പിന്നെ നമ്മളെടുത്ത കളി. ശരീരത്തിനോടൊപ്പം മനസ്സിനെയും കുളിരണിയിപ്പിച്ച ഒന്നായിരുന്നു ഇത്തവണത്തെ വാൾപ്പാറ ട്രിപ്പ്. പലതവണ വാൾപ്പാറയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും അധികമാർക്കും അറിയാത്ത ഈ ഹിഡൻ സ്പോട്ടാണ് ഞങ്ങളെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞത്. അപ്പോൾ ഇനി ഒട്ടും വൈകിക്കണ്ട, ഉടനെ തന്നെ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി കാത്തിരിക്കുക. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ.